ഹായ് ഫ്രണ്ട്സ്, ഇന്ന് നമ്മൾ ഒരു പുതിയൊരു സംഭവം നോക്കുകയാണ്. ഇതിപ്പോൾ ഒരു സിസ്റ്റമാണ്. ഇത് കണ്ടോ, ഇതിൻ്റെ സിസ്റ്റത്തിൻ്റെ അകത്തെ ഇത് സാധനങ്ങളൊക്കെ കളഞ്ഞ് അതിൻ്റെ സിസ്റ്റം IC എല്ലാം കളഞ്ഞു. ഇതുപോലെ ഒരു ഇത് പിടിപ്പിച്ച് കൊടുക്കാമെന്ന് പറഞ്ഞൊരു ഒരു ടെക്നീഷ്യൻ മേടിച്ചതാണ്. ഇതൊക്കെ പിടിപ്പിച്ചു, പക്ഷേ അന്നേരത്തേക്കും വർക്ക് ചെയ്തുകൊണ്ടിരുന്ന സിസ്റ്റം ഡെഡായിപ്പോയി. ഇത് ഓഫായിപ്പോയി, അതിൻ്റെ IC എല്ലാം പോയിരിക്കുക. അപ്പോൾ ഇതിന് ഈ സിസ്റ്റം ഇനി വർക്ക് ചെയ്തെടുക്കാൻ പറ്റത്തില്ല. അപ്പോൾ കസ്റ്റമറെ സംബന്ധിച്ച് അദ്ദേഹത്തിന് നൊസ്റ്റാൾജിയ ഉള്ള ഒരു സെറ്റാണ്. അതായത് ഇത് ശരിയായി കിട്ടണമെന്നൊരു ആഗ്രഹമുണ്ട്. ഇതുകൊണ്ട് ഇത് 2200 വാട്ട്സ് RMS, അപ്പോൾ 100+100 വാട്ട്സ് ഉള്ള ഒരു ആംപ്ലിഫയർ ആയിരുന്നു ഓൾറെഡി ഇതിനകത്ത് ഇരുന്നത്. 2200 വാട്ട്സ് PMBO 100+100. അപ്പം ശരിക്കും പറഞ്ഞാൽ നമുക്ക് മനസ്സിലായല്ലോ, 100 ohms RMS ഉള്ള ഒരു സാധനം എന്ന് പറഞ്ഞാൽ 1000 വാട്ട്സ് ആണ്. ശരിക്കും 1000-ന് മേളിലാണ്, ഇൻറ്റു 10.1 അങ്ങനെ വരും അതിൻ്റെ കാൽക്കുലേഷൻ. അപ്പം ഇതുകൊണ്ട് ഇവിടെ സോണി തന്നെ എഴുതിയിട്ടുണ്ട്. വേറെ ആരെയും നിങ്ങൾ നോക്കണ്ട, ഞാൻ പറയുന്നത് നിങ്ങൾ കേൾക്കണ്ട. സോണി വേൾഡിലെ നമ്പർ 1 കമ്പനിയാണ്, അവർ എഴുതിയിട്ടുണ്ട് 100+100 വാട്ട്സ് ഈസ് ഈക്വൽ ടു 2200 വാട്ട്സ്. അതായത് 100+100 എന്ന് പറയുന്നത് 2200 വാട്ട്സ് ആണ്. അപ്പം 100 വാട്ട്സ് എന്ന് പറഞ്ഞാൽ ഒരു 1100 വാട്ട്സ് PMBO വരുമെന്നാണ് ഇതിനർത്ഥം. അപ്പം നമുക്കൊരു 100+100-ൻ്റെ D ക്ലാസ് ആംപ്ലിഫയർ ആണ് ഞാൻ ഈ സിസ്റ്റത്തിൽ കയറ്റാൻ പോകുന്നത്. ഇനിയിപ്പോൾ ഈ വലിയ ട്രാൻസ്ഫോമർ കാര്യങ്ങളുള്ള സെറ്റുകളൊന്നും ചെയ്തിട്ട് കാര്യമില്ല. അപ്പോൾ അതിൻ്റെ ഡിസ്പ്ലേ ഒന്നും ഇനി വർക്കാവത്തില്ല, അതെല്ലാം പോയി. അപ്പോൾ ഒരു D ക്ലാസ് ആംപ്ലിഫയർ ഇതിനകത്ത് കയറ്റി ഈ സ്പീക്കർ, ഇതിൻ്റെ ഈ സ്പീക്കേഴ്സ് ഇതുണ്ടോ, ഇതിൻ്റെ സ്പീക്കേഴ്സ് എന്ന് പറയുമ്പോൾ നല്ല സ്പീക്കറാണ്. നല്ല 3 വേ സ്പീക്കറാണ്. 3 വേ പഴയ 3 വേ സ്പീക്കറാണ്. ഇതിന് 6 ohms ഉണ്ട്. 6 ohms ഉള്ള 3 വേ സ്പീക്കറാണിത്. അപ്പോൾ ഈ 6 ohms നമുക്ക് കുഴപ്പമില്ല, 8 ആയാലും നമുക്ക് കുഴപ്പമില്ല, 4 ആണെങ്കിലും കുഴപ്പമില്ല, 3 ആണെങ്കിലും കുഴപ്പമില്ല. D ക്ലാസ് ആംപ്ലിഫയറിനെ സംബന്ധിച്ച് അതാണ് D ക്ലാസ് ആംപ്ലിഫയർ. 3 ആണ് കുറച്ചുകൂടെ ബെറ്റർ, 6 പിന്നെയും കുഴപ്പമില്ല. 8 ആകുമ്പോൾ പിന്നെ ഇച്ചിരി പെർഫോമൻസ് കുറയുമെങ്കിലും ലൈഫ് കൂടുതലായിരിക്കും. അപ്പോൾ അങ്ങനെ 6 ohms-ൻ്റെ 2 സ്പീക്കറുണ്ട് നമുക്ക്. അപ്പോൾ ഈ സ്പീക്കർ ഈ സെറ്റും കൂടെ വർക്ക് ചെയ്തെടുക്കാനാണ് നമ്മൾ പോകുന്നത്. ഇപ്പം ഞാൻ ഈ സെറ്റിനകത്ത് തപ്പിയപ്പോൾ ഈ സെറ്റിൻ്റെ ഇതുണ്ട്, ഇവിടെ ഒരു 35 വോൾട്ട് ഇതിനകത്തുണ്ട്, അതായത് STK ആംപ്ലിഫയർ വർക്ക് ചെയ്യാൻ. അതുകൂടാതെ ഈ സെറ്റിൻ്റെ ഡിസ്പ്ലേയും കാര്യങ്ങളുമൊക്കെ വർക്ക് ചെയ്യാൻ ഇച്ചിരി ആംബിയറുള്ള വലിയൊരു ഫിൽറ്ററൊക്കെ ഇട്ട് ഒരു 5 ആംബിയർ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നു. ഞാൻ നോക്കിയിട്ട് 5 ആംബിയറിന് മേളിൽ കാണിക്കുന്നുണ്ട്. അപ്പോൾ ഇവിടെ ഒരു 23 വോൾട്ടും ഇവിടെ ഒരു 12 വോൾട്ടും 2 സപ്ലൈ ഉണ്ട്. അപ്പോൾ അതിൽ നിന്ന് ഇത് 12 വോൾട്ട് സപ്ലൈ, ഇത് 2 ഇതൊരു കപ്പാസിറ്ററിൻ്റെ കാലാണ്. ഇത് സെപ്പറേറ്റ് ബ്രിഡ്ജ് റെക്ടിഫയർ ഇട്ട് ഇവിടെ 12 വോൾട്ട് ഉണ്ട്, ഇവിടെ 20 വോൾട്ടിന് മേളിലുണ്ട്, 23 ഉണ്ട്. നമ്മുടെ സാധനത്തിന് ശരിക്കും 12 വോൾട്ട് മതി നമ്മുടെ ഡിജിറ്റൽ ആംപ്ലിഫയറിന്. 12 to 24 ആണ് പറയുന്നത്. അപ്പോൾ മാക്സിമം പെർഫോമൻസ് കിട്ടാൻ നമ്മൾ 24 വോൾട്ട് കൊടുക്കുകയാണെങ്കിൽ നല്ലതാണ്. അപ്പോൾ നമുക്ക് ഇതിൻ്റെ ഇടയ്ക്കുള്ള ഒരു 20 വോൾട്ട് മിച്ചം വരുന്നുണ്ട്. ഞാൻ ആ വോൾട്ടേജ് അളന്ന് കാണിക്കാം. അപ്പോൾ അതേ നമ്മൾ സപ്ലൈ എടുക്കാൻ വിചാരിക്കുന്നു. ഞാൻ ആദ്യം വിചാരിച്ചത് ഇതിന് 35 വോൾട്ട് സപ്ലൈ ഉണ്ടല്ലോ ഈ മെയിൻ ഫിൽറ്ററിൻ്റെ, ആ 35 വോൾട്ട് സപ്ലൈയിൽ നിന്നും വോൾട്ടേജ് എടുത്തിട്ട് നമുക്കൊരു സ്റ്റെപ്പ് ഡൗൺ ട്രാൻസ്ഫോമർ, സ്റ്റെപ്പ് ഡൗൺ സർക്യൂട്ട് ഉണ്ട്. സ്റ്റെപ്പ് ഡൗൺ സർക്യൂട്ട് എന്ന് പറയും. ഈ സ്റ്റെപ്പ് ഡൗൺ സർക്യൂട്ട് എടുത്ത് നമുക്കിത് വോൾട്ടേജ് 24 ആക്കാമെന്നാണ് ഞാൻ വിചാരിച്ചത്. ഞാൻ ആ സർക്യൂട്ടുകൾ കാണിക്കാം. ഇതൊന്ന് കാണിച്ചാൽ ഏറ്റവും കൺവേർട്ടർ. ഇത് നമുക്ക് ആംബിയറും സ്റ്റെപ്പ് ഡൗൺ, അതായത് 35 വോൾട്ട് ഉള്ളതിന് നമുക്ക് 24 12 ഒക്കെ ആയിട്ട് സ്റ്റെപ്പ് ഡൗൺ ചെയ്യാം. ഞാൻ പൊട്ടിച്ചിട്ടില്ല ഇത് കവർ, അതുകൊണ്ടാണ് കാണിക്കുന്നത്. ഇത് നമുക്ക് ആംബിയർ വോൾട്ടേജ് സെറ്റ് ചെയ്യുകയും ചെയ്യാം. പിന്നെ ഇതാണ് നമ്മുടെ 24 വോൾട്ട് പവർ സപ്ലൈ. ഈ പവർ സപ്ലൈ എന്ന് പറയുമ്പോൾ 6.25 ആംബിയർ ഉണ്ട്. അപ്പോൾ ഈ പവർ സപ്ലൈ ആണ് ശരിക്കും ഇത് കൂട്ട് ബോർഡുകൾക്ക് കൊടുക്കാൻ നല്ലത്. ഇത്രയും കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല, ഒരു 5 ആംബിയറെങ്കിലും കൊടുക്കണം. ഇതുപോലത്തെ പവർ സപ്ലൈ കിട്ടാൻ ലേശം ബുദ്ധിമുട്ടാണ്. ഇത് ചൈനീസ് അല്ല, ഇന്ത്യയിൽ ഉണ്ടാക്കുന്നതാണ്. അത് നല്ല പവർ സപ്ലൈ, നല്ല ആംബിയർ കിട്ടുന്ന പവർ സപ്ലൈ. പിന്നെ ഇതിനിപ്പോൾ നമ്മൾ കയറ്റാൻ ഉദ്ദേശിക്കുന്ന ഇതാണ് ആംപ്ലിഫയർ ബോർഡാണ്. ഇതിൽ ബ്ലൂടൂത്തും ഉണ്ട്, ഓക്സിനും ഉണ്ട്. അപ്പോൾ നമ്മളൊരു പെൻഡ്രൈവ് അവിടെ വെക്കുന്നുണ്ടെങ്കിൽ ആ പെൻഡ്രൈവിൻ്റെ വയറെടുത്ത് ഓക്സിജൻ ഇവിടെ നേരെ കുത്തിയാൽ മതി. വേറെ കൂടുതൽ കാര്യങ്ങളൊന്നും ചെയ്യേണ്ട കാര്യമില്ല. ഓൾറെഡി ബ്ലൂടൂത്ത് ഇതിനകത്തുണ്ട്, പെൻഡ്രൈവ് ആവശ്യമുണ്ടെങ്കിൽ മാത്രം. ഇത് അതിൻ്റെ സപ്ലൈ ആണ്. സപ്ലൈ നമുക്കിവിടെ
എഴുതിയിട്ടുണ്ട് DC 8 to 24 വോൾട്ട്. 8 വോൾട്ട് ഉണ്ടെങ്കിൽ ഈ ആംപ്ലിഫയർ വർക്ക് ചെയ്യും. മനസ്സിലായില്ലേ? 8 വോൾട്ട് ഉണ്ടെങ്കിലും ഈ ആംപ്ലിഫയർ 12 തന്നെ വേണമെന്നില്ല. 8 to 24 വരെ വോൾട്ട് ഉണ്ട്. പിന്നെ 2 സ്പീക്കർ ഔട്ടുണ്ട്. ഇത് 100+100, അതായത് 2200 വാട്ട്സ് PMBO ഉള്ള ആംപ്ലിഫയർ ബോർഡാണിത്. ഇത് നമുക്ക് ഇതിന് സപ്ലൈ നമുക്ക് ഇവിടെ നിന്ന് എടുത്ത് നോക്കാം. ഈ സപ്ലൈയിൽ ഇവൻ അടിച്ച് തകർക്കുന്നില്ലെങ്കിൽ നമുക്ക് ഓട്ടോമാറ്റിക്കലി നമുക്ക് നമ്മുടെ പവർ സപ്ലൈ ബോർഡ് നമുക്ക് കയറ്റാം. അപ്പോൾ ആദ്യം ഇതിനൊരു സപ്ലൈ നമുക്ക് എടുക്കാവുള്ളൂ. പോരെ, ഫ്ലക്സും ഫ്ലക്സും നിങ്ങളിത് കണ്ടല്ലോ. ഒരുവിധം ഗേജുള്ള നല്ല കോപ്പർ വയറാണ് നമ്മൾ എടുത്തിരിക്കുന്നത്. ഇതിപ്പോൾ നമ്മളത് ലെഡ് ചെയ്ത് ചെയ്യാൻ പോവാണ്. ഇത് നല്ല കോപ്പർ വയർ എടുക്കണം, സ്റ്റീൽ വയറുകളൊന്നും എടുക്കരുത്. സ്റ്റീൽ അലുമിനിയം വയറുകളൊക്കെ ഉണ്ട്, അതൊന്നും എടുക്കരുത്. കാണാമോ? ഇങ്ങനെ ഒരു കവറിങ് കൂടെ കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ഹീറ്റ് ചെയ്യാം. ഹീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവൻ അനങ്ങല. ഹീറ്റ് ചെയ്യണം. ഇതിപ്പോൾ 2 വെള്ളത്തിട്ടു, അത് മാറ്റണം. ഇത് കിട്ടും. രണ്ടും ഇട്ടു. സപ്ലൈ കിട്ടി. ഈ സപ്ലൈ നമ്മൾ കൊടുക്കുന്നതിന് നമുക്ക് ഈ സപ്ലൈ ഒന്ന് അളന്ന് നോക്കണ്ടേ? അപ്പോൾ ഈ സപ്ലൈ നമുക്കൊന്ന് അളന്ന് നോക്കാം. മീറ്റർ ഇതാണ്ട്, മൾട്ടിമീറ്റർ എടുത്തിട്ടുണ്ട്. മൾട്ടിമീറ്റർ നോക്കിക്കോളൂ, നമുക്ക് അളന്നേക്കാം. ഇതെടുത്തും പോയി മുട്ടാതെ നോക്കണം. നമ്മൾ വയറായിട്ട് ഇട്ടിരിക്കുകയാണ്. വോൾട്ടേജ് 20.71 വോൾട്ടേജ് ഉണ്ട്. 20.71, 21 വോൾട്ടുണ്ട്. അപ്പം നമ്മുടെ 20.87, അപ്പോൾ 21 എന്ന് പറയാം. ഇനി അതിൻ്റെ ഇപ്പുറമുള്ള 12 വോൾട്ടാണ്. അത് നമുക്കിപ്പോൾ അത്യാവശ്യം ആവശ്യമില്ല. അപ്പോൾ എടുത്തു കഴിഞ്ഞു. അപ്പം ഇത് നമുക്ക് ആ സപ്ലൈക്ക് മുമ്പ് ആദ്യം നമുക്ക് ഈ 2 സ്പീക്കറുകൾ കൊടുക്കാം. ഇതാണ് നമ്മുടെ സ്പീക്കർ, 3-വേ സ്പീക്കറാണ്. ആ 2 സബ് വൂഫറും ഒരു മിഡ് റേഞ്ചും ഒരു ട്യൂട്ടറും കൂടെ ഉള്ള സ്പീക്കറാണ്. സോണിയുടെ ഒറിജിനലാണ്. 6 ഇഞ്ചിൻ്റെ 2 സ്പീക്കറാണ് ഇതിനകത്തുള്ളത്. അങ്ങനെ 6 ഓംസ് ആണ് മൊത്തത്തിൽ. ഔട്ട്പുട്ട് നമുക്ക് കിട്ടുന്ന 6 ഓംസ് ആണ്. അതിനകത്ത് പാരൽ ചെയ്തിരിക്കുന്നതൊക്കെ നോക്കാം. അപ്പോൾ നമുക്കൊരു സ്ക്രൂ ഡ്രൈവറിഞ്ഞെടുത്ത് ആദ്യം സ്പീക്കർ കണക്ട് ചെയ്യുമ്പോൾ സ്പീക്കറിന് എപ്പോഴും പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്, അതെപ്പോഴും ഓർത്തോണം. ഇത് കണ്ടല്ലോ, ഇത് രണ്ടും നമ്മൾ അഴിച്ചു വെച്ചിരിക്കുകയാണ്. 2 സ്പീക്കർ കണക്ട് ചെയ്യാൻ പോവാണ്. സ്പീക്കർ കണക്ട് ചെയ്യുമ്പോൾ എപ്പോഴും നമ്മൾ പോസിറ്റീവ് നെഗറ്റീവ് ഉണ്ട്. ഇവിടെ ഈ കറുത്ത വരെയുള്ളത് എപ്പോഴും നെഗറ്റീവായിരിക്കും. അപ്പോൾ നമ്മൾ ഇതിനകത്തേക്ക് ഫുള്ള് കയറ്റി വിടണം. കയറ്റി വിട്ടു, നെഗറ്റീവ് എടുത്തു. ഇനി പോസിറ്റീവ് എടുക്കണം. അപ്പോൾ ഒരു സ്പീക്കർ നമ്മൾ കൊടുത്തു. ഇനി അടുത്ത സ്പീക്കർ സ്പീക്കറിൻ്റെ ബ്ലാക്ക് ഉള്ളത് നെഗറ്റീവ് കൊടുക്കണം. അപ്പുറത്താണ് ബ്ലാക്ക്. മറ്റേ ഈ ക്ലാസ് നമ്മൾ ഉണ്ടാക്കിയതിൻ്റെ മറ്റേ വീഡിയോയ്ക്കകത്ത് ഒത്തിരി പേരിങ്ങനെ എൻ്റെ സംശയങ്ങളൊക്കെ ചോദിച്ചിട്ടുണ്ട്. അതെല്ലാം നമ്മളൊരു ദിവസം പറയുന്നതായിരിക്കും. ചോദ്യങ്ങൾക്കെല്ലാം ഞാൻ തരാൻ എനിക്ക് ഒട്ടും സമയമില്ലാത്തതുകൊണ്ടാണ്. കുറേ വർക്കുകൾ ചെയ്യാനുള്ളത് കൊണ്ടാണ്, തോന്നരുത്. അപ്പം ഇത് 2 സ്പീക്കർ കൊടുത്തു. ഇനി നമ്മൾ കൊടുക്കാനുള്ളത് നമുക്ക് സപ്ലൈ ആണ്.
സപ്ലൈ കൊടുക്കുമ്പോൾ സ്പീക്കർ കൊടുക്കുന്നതിനേക്കാളും കൂടുതൽ ശ്രദ്ധിക്കണം. കാരണം സ്പീക്കർ തിരിഞ്ഞു പോയാൽ പാട്ട് പുറത്തേക്ക് തള്ളുമെന്ന് മാത്രമേ ഉള്ളൂ. സപ്ലൈ തിരിഞ്ഞു പോയാൽ ഈ ബോർഡ് തന്നെ പോവും. അപ്പോൾ ഇത് പോസിറ്റീവ്. സപ്ലൈ തിരിഞ്ഞു പോയാൽ ഈ ബോർഡ് തന്നെ പോവും. അതുകൊണ്ട് സപ്ലൈ കൊടുക്കുമ്പോൾ വളരെ ശ്രദ്ധിച്ചോണം. നമ്മളിപ്പോൾ പോസിറ്റീവ് സപ്ലൈ കൊടുത്തു, അത് ഊരി ഒത്തും വരികയെന്ന് ഉറപ്പ് വരുത്തി. പിന്നെ നെഗറ്റീവ് സപ്ലൈ നമ്മൾ കൊടുക്കാൻ പോവാണ്. നെഗറ്റീവ് നമ്മൾ അകത്തേക്ക് വെച്ചിട്ട് അത് നമ്മൾ മുറുക്കണം. കാരണം ഇത് കൂട്ടിമുട്ടി കഴിഞ്ഞാൽ വലിയ പ്രശ്നമാണ്. ഈ സപ്ലൈയുടെ കാര്യത്തിൽ അങ്ങനെയാണ്. ഒരിക്കലും ഒരു കൂട്ടിമുട്ട് ഉണ്ടാകാൻ പാടില്ല. പോസിറ്റീവ് നെഗറ്റീവിടെ കൂട്ടിമുട്ട് നിങ്ങൾ പോസ്റ്ററിലൊക്കെ കണ്ടിട്ടില്ലേ, കത്തി വീഴുന്നത്. അത് എ സിയാണ് എന്നിട്ട് വരെ. ഇത് ഡി സിയാണ്. ഡി സിക്ക് എ സിയുടെ 2 ഇരട്ടി ആംബിയറാണ്. അതാണ്. ഇതിപ്പോൾ വോൾട്ടേജ് കുറവാണെങ്കിലും ഇതിന് നല്ല ആംബിയറുണ്ട്. അപ്പോൾ നമുക്ക് ഈ സാധനത്തെ നമ്മൾ കുത്താൻ പോവാണ്. എന്താണ് സംഭവിക്കുന്നത് നമുക്കറിയില്ല. ഒന്നും സംഭവിക്കാനൊന്നുമില്ല. നെഗറ്റീവ് പോസിറ്റീവ് അത് കറക്റ്റ് തന്നെ അല്ലേന്ന് ഒന്നുകൂടെ നോക്കുവാണ്. എപ്പോഴും നമ്മൾ അങ്ങനെയുള്ള കാര്യങ്ങളിൽ ഓക്കെ. ചുമല തന്നെയാണ് പോസിറ്റീവിൽ, മാറ്റമൊന്നും വന്നിട്ടില്ല. കണക്ട് ചെയ്യുവാണ്. ആയി. ഓക്കെ. താങ്ക് യു എന്നോ എന്തോ ഒരു ഭാഷയിലൊരു ഇത് പറഞ്ഞു. ഇപ്പോൾ പവർ ഓണായി. ബ്ലൂടൂത്ത് മിന്നി. ബ്ലൂടൂത്ത് കണക്റ്റഡ് ആയിട്ടുണ്ട്. എവിടെ പോയി കണക്റ്റ് ആയെന്ന് അറിയത്തില്ല. ബ്ലൂടൂത്ത് കണക്റ്റ് എന്നുള്ളത് ഇങ്ങനെ കാണുന്നുണ്ട്. എൻ്റെ ഫോണുമായിട്ടാണോ? നീല മിന്നുന്നില്ല. മിന്നുന്നുണ്ടോ? ചുമല നീരാൻ കത്തി നിൽക്കുമല്ലേ? ചുമല കെട്ടു. അപ്പം നമുക്കിതുപോലെ ആരുടെയിലെങ്കിലും പഴയ സിസ്റ്റമൊക്കെ ഇരിപ്പുണ്ടെങ്കിൽ ആ സിസ്റ്റത്തിൻ്റെ അകത്ത് തന്നെ നമുക്കിത് പിടിപ്പിക്കാം. ഡാൻസിങ് ലൈറ്റൊക്കെ കൊടുക്കാം. അപ്പോൾ ഈ ലൈറ്റൊക്കെ കത്തിയിട്ട് ഓഡിയോ ഔട്ട്പുട്ട് വരാത്തൊക്കെയാണ് ആ ലൈറ്റൂടെ കത്തി നല്ല ഭംഗിയായിട്ടിരുന്നോളും. ഇതിൻ്റെ പറ്റിയ കുഴപ്പം എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് വേറൊരാളുടെ കൊടുത്ത് അയാൾ ഇതെല്ലാം ഫിറ്റ് ചെയ്തു. എന്നിട്ട് അത് ഇടയ്ക്ക് നിന്ന് പോവാന്ന് പറഞ്ഞ് വേറൊരാളുടെ കൊണ്ടേ കൊടുത്തു. ആ പുള്ളി അതിൻ്റെ ഫ്രണ്ടിലേക്ക് പോകുന്ന ലൈനെല്ലാം കൂടെ അതിൻ്റെ ആ കണക്ഷൻസ് എല്ലാം കൂടെ വലിച്ചു പറിച്ച് ആ പ്ലാസ്റ്റിക് എല്ലാം കൂടെ ഒടിച്ച് കളഞ്ഞു. അതുകൊണ്ടാണ് നമുക്ക് ആ ഫ്രണ്ട് ഒന്ന് റെഡിയാക്കി എടുക്കാൻ മേലാതെ വന്നത്. അല്ലെങ്കിൽ നമുക്ക് കിട്ടിയിരുന്നെങ്കിൽ തീർച്ചയായിട്ടും നമുക്കത് റെഡിയാക്കി ഫ്രണ്ടിലൂടെ നമുക്ക് എല്ലാം വർക്കിങ്ങും ഡാൻസിങ്ങും എല്ലാം റെഡിയാക്കി എടുക്കാമായിരുന്നു. അപ്പോൾ കഴിവതും നിങ്ങളിത് ആരുടെയിലേക്കോ കൊടുത്ത് നശിപ്പിക്കാതിരിക്കുക. അങ്ങനെ നശിപ്പിച്ച് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പല കാര്യങ്ങളും ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ അറിയാവുന്ന ആൾക്കാരുടെ കൊടുക്കുക. പിന്നെ നമുക്ക് ബാക്കി ഓഡിയോ കാര്യങ്ങളും നോക്കാം. $24 വോൾട്ടിലാണ് നമ്മൾ വർക്ക് ചെയ്തത് കേട്ടത്. ഇനി 12 വോൾട്ട് ഇത് വർക്ക് ചെയ്യുന്ന to 12% off your first Agoda app booking. Download now. സെറ്റാന്ന് എടുത്തിട്ടുള്ളൂ.
ബ്ലൂടൂത്ത് ഇതിനകത്താണ്. ഇനിയിപ്പോൾ ഇതും കൂടെ ഓപ്സും കൂടെ ഇങ്ങോട്ട് കുത്തുകയാണെങ്കിൽ നമുക്ക് പെൻഡ്രൈവ് ഉപയോഗിക്കാം, FM റേഡിയോയും ആവും. അതാണ് അതിന്റെ ഗുണം. ഇതിപ്പോ നമ്മുടെ ചാനല ഒറിജിനൽ സൗണ്ട് എങ്ങോട്ട് വേണമെന്ന് ഒറിജിനൽ സൗണ്ട് കേൾപ്പിക്കാൻ കുറെ പേരെ പറഞ്ഞായിരുന്നു. അതുകൊണ്ട് ഒറിജിനൽ സൗണ്ട് ഈ കുഞ്ഞ സാധനമാണ്. ഈ ഡി ക്ലാസ് ആംപ്ലിഫയർ ഒക്കെ പലര് ചെയ്തിരിക്കുന്നുണ്ട്. 5000 രൂപ, 6000 രൂപ, 10000 രൂപ എന്നൊക്കെ പറഞ്ഞ് റേറ്റ് പറയുന്നുണ്ട്. ആ റേറ്റ് ഒന്നും ഇല്ല കേട്ടോ. ഇത് വളരെ ചെറിയ റേറ്റിൽ കിട്ടുന്ന സാധനമാണ്. നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ പറഞ്ഞാൽ ഞാൻ സാധനം എൻ്റെ കയ്യിലുണ്ട്, ഞാൻ അയച്ചു തരാം. ന്യായമായ റേറ്റിൽ, ലാഭമൊന്നും എടുക്കാതെ. എൻ്റെ സബ്സ്ക്രൈബേഴ്സ് ആണെങ്കിൽ ഞാൻ ലാഭമൊന്നും എടുക്കാതെ ഈ സാധനം തരാം, നിങ്ങൾക്ക് തരാം. നിങ്ങൾക്ക് ഒരു 12 വോൾട്ട് സപ്ലൈ ഞാൻ ഈ കൊടുത്തിട്ടുള്ളത്. ഞാൻ 24 ആദ്യം കൊടുത്ത് കാണിച്ച്. അപ്പോൾ 24ഉം 12ഉമായിട്ട് കൊടുത്തിട്ട് ഈ പറയത്തക്ക വലിയ പെർഫോമൻസ് മാറ്റമൊന്നും ഞാൻ കാണുന്നില്ല. അപ്പോൾ ഏത് പവർ സപ്ലൈയും കൊടുക്കാനുള്ള ഒരു സംവിധാനം ഇത് 8 തൊട്ട് 24 വരെ എന്നാണ്. അപ്പോൾ 24 കയറ്റി കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല. 12 കൊടുത്താലും സാധനം ഓക്കെയാണ്. പറഞ്ഞു മനസ്സിലായില്ലേ? അപ്പോൾ ഈ 12 വോൾട്ടിൽ ഈ സാധനം, അപ്പോൾ ഇത്രയും ചെറിയ ബോർഡാണ്. ഇതേൽ നമുക്ക് ഓക്സിജനും കൊടുക്കാം, ബ്ലൂടൂത്തും കൊടുക്കാം, എല്ലാം കൊടുക്കാം. 12 വോൾട്ട് സപ്ലൈയുടെ ആവശ്യമുള്ളൂ. 24 വോൾട്ട് സപ്ലൈ വെക്കേണ്ട കാര്യമേ ഇല്ല. ശബ്ദം നിങ്ങൾക്ക് കിട്ടുന്ന കാണുകയില്ല. എൻ്റെ മൈക്ക് എവിടെയോ പോയി, ഇവിടെ വെച്ചാൽ പോക്കറ്റിലിട്ട് മൈക്ക് ഇവിടെ ഉണ്ട്. അപ്പോൾ അത്രേ ഉള്ളൂ. ഈ കുഞ്ഞപ്പരാട്ടി ഷോക്കൊന്നും അടിക്കാതെ വെറും 12 വോൾട്ട് ഇതാണ് എൻ്റെ കൈക്കകത്ത് വെച്ചിരിക്കുന്നത്. യാതൊന്നും അടിക്കാത്ത ഇത്രയും നല്ല പവർഫുള്ളായിട്ടുള്ള 2200 വാട്ട്സിൻ്റെ ആംപ്ലിഫയർ. ഇതിപ്പോൾ നിങ്ങൾക്ക് 5.1 ചെയ്യണോ? ഇതൊരു 3 എണ്ണം അങ്ങ് വെച്ചു. 3 എണ്ണം അങ്ങ് വെച്ച് കഴിഞ്ഞാൽ 5.1 ആയി. ഇനി സബ് വൂഫറിന് മാത്രം ഒരു കുഞ്ഞ് സാധനം കൊടുത്താൽ മതി. സബ് വൂഫർ ഇടിച്ച് ചെതറും. ഒരു മിനിറ്റ് ഒന്ന് പോസ് ചെയ്തേ, ഞാൻ ആ സാധനം എടുത്തുകൊണ്ടിരാം. ഒരു സബ് വൂഫറിന് വേണ്ടിയിട്ട് കൊടുക്കുന്ന ഒരു ബോർഡാണ്. ഇച്ചിരി വിലയുള്ള ബോർഡാണ്. 12 വോൾട്ടിൽ വർക്ക് ചെയ്യുന്ന ബോർഡ് തന്നെയാണ്. അപ്പോൾ നിങ്ങൾക്ക് ഇത് സബ് വൂഫർ ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ, സബ് വൂഫറിന് നമുക്ക് ഈ സാധനം ഉപയോഗിക്കണം എന്നുണ്ടെങ്കിൽ സബ് വൂഫറിൻ്റെ ഈ ബോർഡ് വെച്ചിട്ട് മറ്റേ ലൈനിന് കൊടുക്കുന്നതിൻ്റെ ഒരു ലൈനിന് ഇതിലേക്ക് കൊടുത്താൽ മതി. സബ് വൂഫറിൻ്റെ സപ്ലൈ ഇതുവഴി കൊടുത്തിട്ട് ഈ ആംപ്ലിഫയറിൻ്റെ ഇൻപുട്ടിലേക്ക് കൊടുത്തു കഴിഞ്ഞാൽ അടിപൊളിയാവും. അഥവാ ഇനിയിപ്പോൾ അത് വേണ്ടെന്ന് വെക്കുക, വേറൊരു സാധനം കൂടെ കാണിക്കുക. ഒന്ന് പോസ് ചെയ്ത് ചേക്കാം. അപ്പോൾ നിങ്ങൾക്ക് പറയുന്നത് കേൾക്കണ്ടേ? ഓക്കെ, വെച്ച്. അപ്പോൾ ഈ വേറൊരു ബോർഡ് കൂടെ ഞാൻ കാണിക്കാം. ഈ സബ് വൂഫർ ചെയ്യേണ്ട ആൾക്കാർക്ക് വേണ്ടിയിട്ടുള്ള വേറൊരു ബോർഡ് കാണിക്കാം. ഇത് കണ്ടോ? ഇത് വേറൊരു ബോർഡാണ്. ഈ ബോർഡ് 100 വാട്ട്സിൻ്റെ ഒറ്റ ബോർഡാണ്. 100 വാട്ട്സ് RMS ഉള്ള ഒറ്റ ബോർഡ്. അതായത് 1100 വാട്ട്സ് ഉള്ള ഒറ്റ ബോർഡ്. ഈ ബോർഡ് വെച്ചാൽ നമുക്ക് സബ് വൂഫറിന് ഈ 2 സാധനം മതി. സബ് വൂഫറിന് ഇപ്പോൾ നമുക്ക് 5 ചാനലുണ്ടെങ്കിൽ ഇപ്പോൾ 2 എണ്ണം ഇതിൻ്റെ 5.1 ആയിട്ടുള്ള ബോർഡ് ഇതുപോലെ കിട്ടും നമുക്ക്. അപ്പോൾ പിന്നെ ഈ പെൻഷനൊന്നും ആവശ്യമില്ല. നേരെ 5.1ൻ്റെ ബോർഡ് അങ്ങ് വെച്ചാൽ മതി. ഇനി അഥവാ ഇനി സെപ്പറേറ്റ് 2.1 അത് സ്റ്റീരിയോ ചെയ്തിട്ട് ഇങ്ങനെ ഒരു ഊഫറും കൂടെ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഇതുപോലെ ഒരു ബോർഡ് എക്സ്ട്രാ സിംഗിൾ ബോർഡ് മേടിച്ചാൽ 2+1 ആയി, 2.1 ആയി. നമുക്ക് വലിയ ഇതുമില്ല. ഇതും വോൾട്ടേജ് ഇതിനകത്ത് കാണിക്കുന്നത് ഇതും 12 വോൾട്ട് തൊട്ട് 24 വോൾട്ട്. അത് 8 വോൾട്ട് തൊട്ട് മതി. അപ്പോൾ അതിന് 12 വോൾട്ട് ധാരാളം മതി. അതിൽ കൂടിയ ഒരു വോൾട്ടേജിൻ്റെ ആവശ്യം അതിനില്ല. അപ്പോൾ ഇതാണ് കാര്യങ്ങൾ. ഇനിയിപ്പോൾ ഇത് ഈ സെറ്റയിലോട്ട് നമുക്ക് ഫിക്സ് ചെയ്താൽ മതി. എന്നിട്ട് ഇതിൻ്റെ ഓക്സും കൂടെ എടുത്തിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ഈ സെറ്റിൻ്റെ വർക്ക് നമുക്ക് തീരും.
പിന്നെ വേണമെങ്കിൽ ഡാൻസിങ് ലൈറ്റ് ഒക്കെ നമ്മുടെ കയ്യിൽ ഇരിപ്പുണ്ട്. ഏതെങ്കിലും ഒരു ഡാൻസിങ് ലൈറ്റ് ഒക്കെ വേണമെങ്കിൽ, ചെറിയ ഡാൻസിങ് ലൈറ്റ് ഒക്കെ കസ്റ്റമറിന് വേണമെങ്കിൽ ഇത് തുറന്നിട്ട് ഇതിനകത്ത് വേണേൽ ഫിറ്റ് ചെയ്യാം. അതിപ്പോൾ കാണുമ്പോൾ ഒക്കെ ഇച്ചിരി ഭംഗിയായിരിക്കും. ഒരു ഡാൻസിങ് ലൈറ്റ് ഉണ്ട്, അതെങ്ങനെയുണ്ടെന്ന് വേണം നമുക്കൊന്ന് നോക്കാം. കത്രിക ഇപ്പൊ ഈ സ്പെക്ട്രം ലൈറ്റ് എന്ന് പറഞ്ഞിപ്പോൾ ഇവിടെ കിട്ടുന്നത് ഇങ്ങനെ ഒരു സാധനമേ ഉള്ളൂ. ഇതാണ് LED. ഇപ്പം എല്ലാ കളറും ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത്. ഇങ്ങനെ നാട്ടാം. ഇതിപ്പോൾ ഇതിൻ്റെ ബോക്സിനകത്ത് ഇങ്ങനെ വെക്കുകയാണെങ്കിൽ ഏകദേശം അതിനകത്ത് നല്ല ഭംഗിയായിരിക്കും. ഇതൊരു സ്പെക്ട്രം ലൈറ്റാണ്. അതിൻ്റെ സപ്ലൈയും കാര്യങ്ങളൊക്കെ നോക്കണം. ഇവിടെ എഴുതിയിട്ടുണ്ട് 12 വോൾട്ട് ഗ്രൗണ്ട്, ലെഫ്റ്റ് ഇന്ന് ഗ്രൗണ്ട്, റൈറ്റ് ഇന്ന്. ഓക്കെ, ഇങ്ങനെ സോൾവ് ചെയ്യണം പുറത്തേക്ക്. അല്ലെങ്കിൽ പിന്നെ ഇത് പുറകുവശത്ത് പിടിപ്പിക്കുകയായിരിക്കും നല്ലത്. അല്ലെങ്കിൽ പണി കിട്ടും, സ്ക്രൂ ചെയ്യാനൊക്കെ ബുദ്ധിമുട്ട് വരും. അപ്പോൾ ഇത് പുറകുവശത്ത് ചെയ്യുമ്പോൾ ഒന്ന് ഓർത്തോണം, ഇതിൻ്റെ എഴുത്ത് ഈ പുറകുവശത്ത് അവന്മാർ ചെയ്ത് വെച്ചിരിക്കുന്നത്. അപ്പം മറക്കാതെ ഇത് പോസിറ്റീവ് നെഗറ്റീവ്, ഇത് ലൈൻ ഇന്ന്, ഇത് സെൻറ്റർ എർത്ത്, പിന്നെ അടുത്ത ഇന്ന്, അങ്ങനെ എവിടെ എഴുതിയിരിക്കുന്നത്. ഇതിൻ്റെ വീഡിയോ നോക്കി. റൈറ്റ് ഇന്ന്, ഗ്രൗണ്ട്, ലൈൻ ഇന്ന്, ഗ്രൗണ്ട്, 12 വോൾട്ട്. അപ്പോൾ നമ്മൾ ഇങ്ങനെ അങ്ങ് സോൾഡർ ചെയ്യാൻ പോവാം. അത് കാരണം നമ്മൾ ഫ്രണ്ടിലേക്ക് വെക്കണമെങ്കിൽ ഒരു ഡിസ്റ്റർബൻസ് ഇല്ലാതെ ചേർന്നിരിക്കണം എന്നുണ്ടെങ്കിൽ ഇവനെ ഇങ്ങനെ സോൾഡർ ചെയ്യണം. അങ്ങനെ ഞാനങ്ങ് ചെയ്യാൻ പോകാനാകും. അപ്പോൾ ഇവിടെ 12 വോൾട്ടാണല്ലോ ഇവിടെ വരുന്നത്. ഇപ്പം 12 വോൾട്ട് വരുന്ന സ്ഥിതിക്ക് അതേലോട്ട് തന്നെ ഇതും കൊടുക്കാം, കറുപ്പും ചുവപ്പും. അപ്പോൾ ഇവിടെ 12 വോൾട്ട് ഉള്ള സ്ഥിതിക്ക് ഇപ്പം നമ്മൾ ഈ 24 ആദ്യം കൊടുത്തെങ്കിലും 24 നമ്മളങ്ങ് മാറ്റി നമ്മൾ 12 വോൾട്ട് എടുത്തു. 12 വോൾട്ട് നല്ല ആംബിയർ ഉണ്ട്. 24 അത്ര ആംബിയർ പോരാ. പിന്നെ അത്രയും ഈ 24 കൊടുത്തിട്ടും 12 കൊടുത്തിട്ടും ഇതിൻ്റെ പെർഫോമൻസിനെ പറ്റി മാറ്റമൊന്നും കാണുന്നില്ല. പിന്നെ എന്തിനാ ഈ 24 കൊടുത്ത് അത്രയും പ്രയാസപ്പെടുന്ന, അത്രയും കൊടുക്കേണ്ട, അത്രയും വരെ മാക്സിമം വോൾട്ടേജ് ഉള്ളത് നമുക്ക് കൊടുക്കാമെന്ന് മാത്രമേ ഉള്ളൂ. കുറച്ചും കൂടെ ചിലപ്പോൾ ഒരു ഇരുത്തം ഇല്ലാന്ന് എനിക്ക് വെച്ചിട്ട് വലിയ വ്യത്യാസമൊന്നും എനിക്ക് തോന്നിയില്ല. കുറച്ചുകൂടെ അത്ര ആംബിയർ ലോസ് വന്നിട്ട് കംപ്ലൈൻറ്റ് വരാനുള്ള ചാൻസ് കൂടുമെന്ന് തന്നെ എനിക്കിപ്പോൾ സംശയമുണ്ട്. 24 വോൾട്ടാണ് ഞാൻ സാധാരണ വെച്ച് കൊടുക്കാറ്, അതിൻ്റെ മാക്സിമം ഔട്ട്പുട്ട് കിട്ടിക്കൊണ്ടെന്ന് പറഞ്ഞത്. അപ്പോൾ ഈ സ്പീക്കറിന് ഇത് നല്ല ഔട്ട്പുട്ടായിട്ട് എനിക്ക് തോന്നി. ഇപ്പം തക്കാലം ഇതൊന്ന് തെളിച്ച് നോക്കാം. ഇതിങ്ങോട്ട് അഴിച്ചെടുക്കാം. ആംപ്ലിഫയർ അവിടെ ഫ്രീ ആയിട്ടിരിക്കട്ടെ. അതുകൊണ്ട് ലൈറ്റൊക്കെ എത്തിയിട്ടുണ്ട്. ഇത് തൊടുന്നതനുസരിച്ച് ടൈം 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 ചിങ് 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 എല്ലാ കളറും ഉണ്ട്. അത് ഏർത്ത രണ്ടും കൂടെ കൊടുത്തു കഴിഞ്ഞാൽ, രണ്ടും കൂടെ നമ്മൾ പിടിച്ചു കഴിഞ്ഞാൽ ഇങ്ങനെ കത്തും. ചുമല, മഞ്ഞ, പച്ച. ഇച്ചിരി കണ്ടാൽ ഇച്ചിരി രസമുള്ള സംഭവം കേട്ടോ. നല്ല ഇച്ചിരി വിലയുണ്ട് ഈ സാധനത്തിന്.
വിലയുണ്ട് സാധാരണ. ഇതും കൂടെ അതിനകത്ത് ഫിറ്റ് ചെയ്യാനാണ് നമ്മൾ പ്ലാൻ ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു കാര്യം ചെയ്യാം, ഇപ്പം നമ്മൾ ആംപ്ലിഫയർ ആയി, നമ്മുടെ ഡാൻസിങ് ലൈറ്റായി, പിന്നെ ഓക്സിജനായി, ബ്ലൂടൂത്തായി, റേഡിയോ ആയി, എല്ലാ സാധനമായി. ഈ വീഡിയോ നമുക്കിവിടെ വെച്ച് നിർത്താം. പിന്നെ ഇത് മുഴുവൻ ഇതിനകത്ത് കറക്റ്റായിട്ട് ഫിക്സ് ചെയ്യാം. ഫിക്സ് ചെയ്തതിന് ശേഷം നമുക്കെല്ലാം നിങ്ങളെ കാണിച്ചു തരാം എങ്ങനെയാണ് ഫിക്സ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഒരു ടീ ബ്രേക്ക് എടുക്കുകയാണ്. അടുത്ത വീഡിയോ നമുക്ക് കാണാം. ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചേരെ, ഒരു ലൈക്ക് ഇട്ടേരെ. അടുത്ത പരിപാടി കാണാം. ഇലക്ട്രോണിക്സ് ഇഷ്ടമുള്ള, ഓഡിയോ ഇഷ്ടമുള്ള ആൾക്കാർ എൻ്റെ കൂടെ ചേർന്നു. എനിക്കറിയാവുന്നൊക്കെ ഞാൻ പറഞ്ഞുതരാം. നമുക്ക് ഒന്നിച്ചു ചെയ്യാം. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.